കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്ന് തന്നെയാണ് കൊച്ചി. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി. കഴിഞ്ഞ തവണയെല്ലാം വളരെ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പ്രതിഷേധങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒടുവിൽ നഗരസഭ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോയി മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം നടത്തി വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞ മഴക്കാലം അതിജീവിച്ചു. എങ്കിൽ പോലും ഈ വർഷത്തെ മഴക്കാലം അവിടെ എങ്ങനെയാണ്, ജനജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദേവിക പറഞ്ഞതുപോലെ തന്നെ എല്ലാ മഴയിലും കൊച്ചി കൊച്ചി നഗരം പൂർണ്ണമായും തന്നെ വെള്ളത്തിലാകുന്ന സാഹചര്യം തന്നെയാണ്. പല ഘട്ടങ്ങളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടിനെയാണ് കൊച്ചിക്ക് നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ പ്രളയ സമാനമായ വെള്ളക്കെട്ടിലൂടെ നഗരം പല ഘട്ടങ്ങളിലും കടന്നുപോയിട്ടുണ്ട്. അത് 2019 അതിനുശേഷം 2022 അതായത് 2018 പ്രളയകാലത്ത് പോലും ഉണ്ടാകാത്ത അത്രയും വെള്ളമായിരുന്നു. അതിനുശേഷം പിന്നീട് 2022 കനത്ത തുടർച്ചയായി പെയ്ത മഴയിൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും, അതായത് തുടർച്ചയായി നിൽക്കാതെ ഒരു മഴ പെയ്താൽ അല്ലെ കനത്ത മഴ പെയ്താൽ എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ പാളിപ്പോകുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് കാലങ്ങളായി കാണാൻ കഴിയുന്നത്. എപ്പോഴും മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ കൊച്ചി കോർപ്പറേഷൻ നടത്തും. മേയറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്നാൽ പിന്നീട് അതെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാകാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം പോലും നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. അതിൽ ചെറിയ കുറവുണ്ടായി. അല്ലെങ്കിൽ 2022 എല്ലാം വെള്ളക്കെട്ടിനെ അപേക്ഷിച്ച് ചെറിയ തോതിൽ വെള്ളക്കെട്ട് കുറഞ്ഞു എന്നതല്ലാതെ കാര്യമായ ഒരു ശമനം വെള്ളക്കെട്ടിന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി നഗരവാസികൾ വലിയൊരു വെള്ളക്കെട്ടിനെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ ഭയന്ന് തന്നെ കഴിയുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികൾ പല ഭാഗങ്ങളിലും പുരോഗമിക്കുകയാണ്. വളരെ നേരത്തെ പൂർത്തിയാക്കേണ്ട ജോലികൾ, കഴിഞ്ഞ മാസം തന്നെ പൂർത്തിയാക്കേണ്ട അത്തരത്തിലുള്ള ജോലികൾ ഇതുവരെ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിനോ കൊച്ചി കോർപ്പറേഷനോ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും തുടരുക. നമ്മുടെ പത്തനംതിട്ടയിലെ പ്രതിനിധി മിഥുൻ മുരളി പെരുമഴയത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ, അവിടുത്തെ അവസ്ഥ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്തുടനീളം മഴ ഒരുക്കുന്ന ഒരു ദുരിതപ്പെയ്ത്ത് അല്ലെങ്കിൽ മഴ കൊണ്ടുവരുന്ന പ്രതിസന്ധിയുണ്ട്. അതിന് പിന്നാലെ തന്നെ പകർച്ചവ്യാധികൾ ഈ ഒരു സമയത്ത് കൂടുതൽ വരുന്നൊരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും പനി മൂലം ജനങ്ങൾ വരുന്നൊരു സാഹചര്യമാണ്. കിടക്കകളെല്ലാം നിറയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ അവസ്ഥ? ദേവിക, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യെല്ലോ അലർട്ടായിരുന്നു പത്തനംതിട്ടയിൽ. ഇടവിട്ടുള്ള മഴ ലഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിതീവ്ര മഴയിലേക്ക് കടക്കുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴ സാധ്യത മുന്നറിയിപ്പാണ് ജില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ട് പശ്ചാത്തലത്തിൽ വളരെ വലിയ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ രാവിലെ പത്തനംതിട്ടയിൽ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇടവിട്ടുള്ള മഴ മാത്രമായിരുന്നു ജില്ലയിൽ ലഭിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചിരുന്നു. 121 മില്ലിമീറ്റർ മഴയാണ് ശബരിമല പാതയിലെ ലാഹിയിൽ ഇന്നലെ വൈകിട്ട് ലഭിച്ചത്. 2.5 മണിക്കൂർ കൊണ്ട് ലഭിച്ചതാണ് ഈ 121 മില്ലിമീറ്റർ മഴ. ഒപ്പം കോന്നിയിൽ 66 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അച്ചൻകോവിലാറാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വറ്റി വരണ്ട് തീർത്തും ശോചനീയം ഉണങ്ങിയ അവസ്ഥയിലായിരുന്ന പുഴ ഇപ്പോൾ ആർത്ത് ഉല്ലസിച്ച് ആ ഒരു ഉണർവോടുകൂടി ഒഴുകി നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ നദികളുടെ എല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പാ നദിയുടെയും കക്കാട്ടാറിൻ്റെയും അച്ചൻകോവിലാറിൻ്റെയും ഒക്കെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. 223 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കും എന്നതാണ് ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള മഴയുടെ ലഭ്യത വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ജില്ലയിലുള്ളത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായും ഈ മഴക്കെടുതികൾ വ്യാപിക്കുന്നത് എല്ലാ വർഷവും തുടർച്ചയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലകളിലാണ്. കോന്നി, റാന്നി, ഗവി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ഈ മഴക്കെടുതികൾ വ്യാപകമായി ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള
അടക്കമുള്ള കാര്യങ്ങളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അവലോകന യോഗം ഇന്നലെ ചേരുകയുണ്ടായിരുന്നു. ഈ അവലോകന യോഗത്തിൽ 44 ക്യാമ്പുകൾ, പ്രധാനമായും റാന്നി, കോന്നി മേഖലകളിലെ മലയോര മേഖലകളിൽ നിന്നടക്കം ആളുകളെ വേഗത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജമാക്കിക്കൊണ്ടുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. 44 ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിലും ഇടപെട്ടുള്ള മഴ മാത്രമാണ് ഭാഗത്ത് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ വീണ്ടും ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിലും ഒരു മഴ തുടർച്ചയായി തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി മഴ, തുടർച്ചയായ മഴ ലഭിക്കുന്ന സാഹചര്യം നിന്നു. പിന്നീട് 6 മണിക്ക് ശേഷം പുലർച്ചെ വരെയൊക്കെ ഇടപെട്ടുള്ള മഴ, ഇടയ്ക്കിടയ്ക്ക് മഴ ലഭിക്കുന്നു, പിന്നീട് മഴ പെയ്യുന്നത് നിൽക്കുന്നു. പിന്നീട് ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ അടൂർ, കോന്നി, ഒപ്പം പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, മലയോര മേഖലകൾ, റാന്നി ഉൾപ്പെടെയുള്ള, കോന്നി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെല്ലാം മഴ വീണ്ടും ശക്തി പ്രാപിച്ചു തുടങ്ങിയത് ഇന്ന് രാവിലെ മുതലാണ്. ദേവിക സൂചിപ്പിച്ചതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പത്തനംതിട്ടയിൽ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലവർഷം എത്തും മുൻപേ തന്നെ ഈ വേനൽമഴ ഇത്ര പെട്ടെന്ന് ശക്തി പ്രാപിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകഞ്ഞിട്ടാണോ അതോ ഏകോപനമില്ലായ്മയുടെ പ്രശ്നമാണോ എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ എങ്ങുമെത്താത്ത ഒരു സാഹചര്യം പത്തനംതിട്ടയിലുമുണ്ട്. മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളൊന്നും നഗരസഭയുടെ നേതൃത്വത്തിലൊന്നും എവിടെയും എത്തിയിട്ടില്ല. അതെല്ലാം തിടുക്കപ്പെട്ട് ഈ മഴ, വേനൽമഴ കനക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ രീതിയിൽ വെള്ളക്കെട്ടുകൾ താഴ്ന്ന പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത, ഒപ്പം തന്നെ ഈ കോന്നി, റാന്നി മേഖലകളിലൊക്കെ തുടർച്ചയായിട്ടുള്ള മഴ ലഭിച്ചു കഴിഞ്ഞാൽ മണ്ണൊലിച്ചിലും ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ മഴക്കെടുതികൾ വ്യാപകമായി വ്യാപിച്ചേക്കാം. അതിതീവ്ര മഴ, അപകട സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. 24 മണിക്കൂറിനുള്ളിൽ 223 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അച്ചൻകോവിലാറും കക്കാട്ടാറും ഒപ്പം തന്നെ പമ്പയാറും എല്ലാം വലിയ രീതിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആറന്മുള, വടശ്ശേരിക്കര, പെരുന്നാട്, കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിരിക്കുന്നത്. ദേവിക, വളരെയധികം നന്ദി മിഥുൻ, ഈ പ്രതികൂല സാഹചര്യത്തിലും ഇത്രയും സമഗ്രമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചതിന്. ഇനി ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയുടെ അവസ്ഥ ചില സമയങ്ങളിലെല്ലാം വളരെ ദാരുണമായി മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ മഴ എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒന്നല്ല. കൃത്യമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കണം, അല്ലെങ്കിൽ വലിയ മഴയാണ് വരുന്നതെന്ന് കൃത്യമായി തന്നെ അവർ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് തലസ്ഥാനത്തെ അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ്. വളരെ ദാരുണമായി തന്നെ ചില ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മോട് പ്രതികരിച്ചത്. കൊച്ചിയിലെ അവസ്ഥ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ദേവിക പറഞ്ഞതുപോലെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് അത് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല ഇന്ന് ഓറഞ്ച് അലർട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത മഴ സമീപ ജില്ലകളിലെല്ലാം തന്നെ, അത് ഇടുക്കിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും എല്ലാം തന്നെ പെയ്തൊഴിയാതെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എറണാകുളത്ത് തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ, ഇവിടെയുള്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ പലതും ഉയർത്തേണ്ടി വരുന്ന സ്ഥിതി. ഇത്തരം ഒരു ഘട്ടങ്ങളിൽ ിലൂടെ ജില്ലയും കടന്നു പോകുമ്പോഴാണ് നഗരപ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇപ്പോഴും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളും വലിയ വെള്ളക്കെട്ടിലേക്ക്, അതായത് വീടുകളുടെ പകുതിയോളം പോലും വെള്ളം കിട്ടുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. കഴിഞ്ഞ മുൻകാല മഴയുടെ സമയത്തെല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണെങ്കിലും
MG റോഡ് ഭാഗവും എല്ലാം തന്നെ അവിടെ വലിയ വെള്ളക്കെട്ടായിരുന്നു. പൊട്ടിവീണ ലൈൻ കമ്പികളിൽ പോലും ആളുകൾ ചവിട്ടി ഷോക്കേൽക്കുന്ന സാഹചര്യം ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. എവിടെയാണ് ഇത്തരത്തിൽ ലൈൻ കമ്പികൾ പൊട്ടി വീണിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റു വലിയ കുഴികൾ ഉള്ളത് എന്നൊന്നും കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ മുട്ടിനും മുകളിലോട് അല്ലെങ്കിൽ അരക്കൊപ്പം നീളുന്ന വെള്ളമായിരുന്നു പല ഭാഗങ്ങളിലും അത്തരത്തിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഒരു ഭാഗത്ത് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ മേയറും എല്ലാം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അനുസൂതം തന്നെ അതേ ഘട്ടത്തിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നീണ്ടുപോകുന്ന ഒരു ഘട്ടമാണുള്ളത്. ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പല തവണയായി തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം വിനിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് സാധാരണ നിലയിൽ നിന്ന് മഴ മാറി നിൽക്കുന്നത് മാത്രമാണ് ഒരു ആശ്വാസമെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമ്പോൾ വലിയ തോതിലുള്ള വെള്ളക്കെട്ടിലേക്ക് തന്നെയാണ് എറണാകുളം കാത്തിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വലിയ തോതിൽ അതിനെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വ്യക്തമാണ്. വിവിധ ബ്യൂറോകളിൽ നിന്ന് സമഗ്രമായ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.